Today's video is sponsored by Bangalore.in. നമ്മുടെ ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിനും കൂടി ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള വാട്ടർ കളർ പെയിന്റിംഗ് ട്യൂട്ടോറിയലാണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സോളിഡ് വാട്ടർ കളർ കേക്ക്സ് ആണ്. അപ്പോൾ വാട്ടർ കളർ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും ഈ ഒരു ഐറ്റം നല്ല രീതിയിൽ ഉപകാരപ്പെടും. അപ്പോൾ അതിന്റെ അൺബോക്സിങ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതാണ് ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അൺബോക്സിങ്. വാവ്, ബാംഗ്ലൂരിൽ നിന്ന് അവർ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് 2158 രൂപയുടെ വാട്ടർ കളർ സെറ്റാണ് അയച്ചു തന്നിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വാട്ടർ കളർ കേക്ക്സ് ആണ്. വാട്ടർ കളർ മെയിൻലി 2 ടൈപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് കേക്കും ട്യൂബും. കേക്ക് എന്ന് പറയുമ്പോൾ ഇതുപോലെ കട്ടിയായിട്ടിരിക്കും. ട്യൂബ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ട്യൂബിൻ്റെ അകത്ത് കുറച്ച് ലിക്വിഡ് പോലത്തെ പെയിൻ്റ് ആയിരിക്കും. ട്യൂബാണ് നമ്മൾ ഏറ്റവും അധികം നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നതും വാട്ടർ കളർ ട്യൂബ്സ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വാട്ടർ കളർ കേക്കാണ് 36 കളേഴ്സിൻ്റെ എന്ന് പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് ഒരു പെൻസിൽ അവർ തന്നിട്ടുണ്ട്. 2B പെൻസിലാണ്. പിന്നീട് നമുക്കൊരു ബ്രഷ് പെന്നാണ് കിട്ടിയിട്ടുള്ളത്. ബ്രഷ് പെൻ എന്ന് പറയുമ്പോൾ ഇതിലൊരു സിന്തറ്റിക് ബ്രിസിൽസിൻ്റെ ഒരു പാർട്ട് ഉണ്ടാവും. പിന്നീട് ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷ് പെന്നാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം നിറയ്ക്കാം. എന്നിട്ട് ഇത് അടച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തൂടെ വെള്ളം ഇതിലേക്ക് വരും. അങ്ങനെ നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. അതാണ് ബ്രഷ് പെന്നിൻ്റെ യൂസ്. പിന്നീട് നമുക്ക് ഒരു സാധാ ബ്രഷ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ നമ്പറൊന്നും എഴുതിയിട്ടില്ല. എന്തോ ചൈനീസ് ഭാഷയിലാണ്. എനിക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്പർ അറിയില്ല. പിന്നീട് നമുക്ക് ഒരു ട്യൂബ് തന്നിട്ടുണ്ട്. ചൈനീസ് വൈറ്റ് എന്നുള്ള കളറിൻ്റെ ഒരു ട്യൂബാണ്. വൈറ്റ് പെയിൻ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ നമുക്ക് 2 സ്പോഞ്ച് തന്നിട്ടുണ്ട്. ജെർജിയോണി എന്ന ബ്രാൻഡിൻ്റെ വാട്ടർ കളർ പേപ്പറാണ്. 8 എണ്ണം തന്നിട്ടുണ്ട്. വലിയ സൈസൊന്നുമില്ല, A4 സൈസൊന്നുമില്ല. അതിൻ്റെ A5നേക്കാളും ചെറുതാണെന്ന് തോന്നുന്നു. എന്നാലും 8 പീസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് വരച്ചിട്ട് ട്രൈ ചെയ്യാനായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു പെയിൻറ്റിങ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിനുള്ള വാട്ടർ കളർ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് തന്നെ ഞാനൊരു സിമ്പിൾ പിക്ചറാണ് വരയ്ക്കാൻ പോകുന്നത്. അതായത് അധികം കളർ മിക്സിങ്ങോ അധികം കോംപ്ലിക്കേഷനോ ഒന്നും ഇല്ലാതെ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വാട്ടർ കളർ കേക്ക്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പെയിൻറ്റിങ് നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ നമ്മുടെ ബ്രഷ് പെന്നിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം വെള്ളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളം ഉണ്ടാവും. വെള്ളം പുറത്തേക്ക് വരും. ഇപ്പോൾ കളർ മിക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കളറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഒന്ന് പ്രസ് ചെയ്യുക, ഒരു ഡ്രോപ്പ് വെള്ളം വീഴ്ത്തുക, അത് മിക്സ് ചെയ്യുക, ആ ബ്രഷിൽ അതെടുക്കുക, പെയിൻറ്റ് ചെയ്യുക. അതാണ് ഇതിൻ്റെ പ്രോസസ്സ്. നമ്മുടെ കിറ്റിലെ 2B പെൻസിൽ വെച്ചിട്ട് ഞാൻ പടം വരയ്ക്കാൻ പോകുന്നത്. ഈ ഒരു ആർട്ട് വർക്ക് മൊത്തം ഈ ഒരു വാട്ടർ കളർ കിറ്റ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന വേറൊരു ഐറ്റം ഞാൻ യൂസ് ചെയ്യുന്നില്ല. 2B പെൻസിൽ ഷാർപ്പൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു കാർട്ടൂണി സ്റ്റൈലുള്ളൊരു പടം വരയ്ക്കാം. നമ്മൾ വാട്ടർ കളറാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ട് സ്കെച്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ബ്രഷ് പെൻ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാം. ഒരു ചെറിയ ഗ്ലാസ്സിൽ ബ്രഷ് പെൻ കഴുകാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് സ്കിൻ ടോൺസ് ചെയ്യാം. ഒരു ബോയുടെ ഒരു ഗേളിന് പടമാണ് വരച്ചിരിക്കുന്നത്. അവരുടെ സ്കിൻ ടോൺസ് ആദ്യം നമുക്ക് ചെയ്യാം. ഇതിൽ സ്കിൻ ടോൺസിന് ആവശ്യമുള്ള ഏകദേശം എല്ലാ കളേഴ്സും ഉണ്ട്. വേറൊരു ടിപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പോൾ കളറ് ഡാർക്കുള്ള ഭാഗത്താണ് ഞാൻ ആദ്യം കളർ ചെയ്തത്. പിന്നെ ബാക്കിയുള്ള ഭാഗം കുറച്ച് വെള്ളം ഒന്ന് പ്രസ് ചെയ്ത് വെള്ളം എടുത്തിട്ട് അതൊന്ന് ലയിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടും. ലൈറ്റ് ആൻഡ് ഷാഡോൻ്റെ എഫക്റ്റ് പെട്ടെന്ന് കിട്ടും. അതാണ് ഈ ബ്രഷ് പെന്നിൻ്റെ പ്രത്യേകത. കണ്ടോ, അപ്പോൾ ഇവിടെ ഡാർക്കും ഇങ്ങോട്ട് ലൈറ്റും പിന്നെ ഹൈലൈറ്റും വൈറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പടം കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. വാട്ടർ കളർ കേക്ക് കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് കളർ മിക്സിങ്ങിനെ കുറിച്ചൊന്നും അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ 36 കളേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ
നമുക്ക് പെട്ടെന്ന് കളറൊക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അധികം കളർ മിക്സിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. ഞാൻ സാധാരണ ആർട്ട് ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആദ്യം നമ്മൾ വാട്ടർ കളർ പെൻസിലാണ് അവരെ പഠിപ്പിക്കുക. പിന്നീട് നമ്മൾ വാട്ടർ കളർ കേക്ക്സിലേക്ക് കിടക്കും, എന്നിട്ടാണ് വാട്ടർ കളറിലേക്ക് കിടക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി നമ്മൾ വാട്ടർ കളർ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചിലപ്പോൾ ആ ബ്രഷ് കൺട്രോളും ആ കളർ മിക്സിങ്ങും അതുപോലെ വെള്ളം എടുക്കുക ആ ഒരു പ്രോസസ്സ് പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. വാട്ടർ കളർ ആയതുകൊണ്ട് തന്നെ ഒരു തവണ പെയിൻറ്റിങ്ങിൽ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ തിരുത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് ആ ഫസ്റ്റ് ട്രൈ ക്ലീൻ ആയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും, പിന്നെ അവർ ട്രൈ ചെയ്യാതെ പോകും വാട്ടർ കളറൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് സ്വീകരിക്കുന്നത്. വാട്ടർ കളർ നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ, അല്ലെങ്കിൽ വാട്ടർ കളർ പുതുതായിട്ട് ട്രൈ ചെയ്യണം, പെയിൻറ്റ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ ഉള്ളവർക്ക് നേരിട്ട് ട്യൂബിലേക്ക് കടക്കാതെ ഈ കേക്ക്സ് ഉപയോഗിച്ച് കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ബ്രഷ് കൺട്രോളും അങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വാട്ടർ കളറിലേക്ക്, അതായത് വാട്ടർ കളർ ട്യൂബിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ ഉണങ്ങിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ. ഫസ്റ്റ് ലെയറിൽ നമ്മൾ ലൈറ്റായിട്ട് ചെയ്യുക, സെക്കൻഡ് ലെയർ കുറച്ചും കൂടി ഡാർക്കാക്കും, തേർഡ് ലെയറിൽ നല്ല ഡാർക്കിൽ നമ്മൾ ഏറ്റവും ഡാർക്കുള്ള പോർഷൻസൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു വാട്ടർ കളർ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫേസിൽ ഡാർക്കുള്ള പോർഷൻസ് അടുത്ത സെറ്റ് ഓഫ് കളർ എടുത്തിട്ട് ചെയ്യാം. നിങ്ങൾക്ക് വാട്ടർ കളറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ വാട്ടർ കളറിന് മാത്രമായിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്, ജഗദീഷ് നാരായണ സാറിൻ്റെ ചാനലാണ്. അതിൽ കയറി നോക്കുക. ഒരുപാട് വാട്ടർ കളർ പെയിൻറ്റിങ്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്ടർ കളറിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആ ചാനലിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ ആർട്ട് ലവേഴ്സ് വളർന്നു വരുന്ന മലയാളം യൂട്യൂബ് ചാനൽസിനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം, എന്നാലാണ് നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് ഹെയർ ചെയ്യാം. ഹെയർ കുറച്ച് ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നത്, ഹെയർ കുറേ കളേഴ്സ് വെച്ചിട്ട് ഒരു ഗാലക്സി ടൈപ്പ് ഫീലാണ് ഹെയറിന് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ട് ഒരു ബ്ലാക്ക് കളർ വെച്ച് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഒരു കാർട്ടൂൺ സ്റ്റൈലിലുള്ള ഒരു പെയിൻറ്റിങ് ആയതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കളർ വെച്ച് ഔട്ട്ലൈൻ ചെയ്യുന്നത്. വാട്ടർ കളർ പെയിൻറ്റിങ് ആർട്ടിസ്റ്റുകൾ ചെയ്യുമ്പോൾ സാധാരണ ബ്ലാക്ക് ഒഴിവാക്കിയിട്ടാണ് ചെയ്യാറ്. കാരണം ബ്ലാക്ക് കുറേ യൂസ് ആകുമ്പോൾ ഒരു ആഷ് കളർ വരും, പെയിൻറ്റിങ്ങിനെ ഡള്ളാക്കും. പക്ഷെ ഞാനിവിടെ ഡയറക്റ്റ് ബ്ലാക്ക് നല്ല കട്ടിയിൽ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു ഗാലക്സി പോലെ, നമ്മളെ നക്ഷത്രങ്ങൾ ആകാശത്ത് കാണുന്ന പോലെ ഇതിനെ കണക്ട് ചെയ്ത് ഒരു പെയിൻറ്റിങ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാട്ടർ കളർ സെറ്റ് നമ്മൾ റിവ്യൂ ചെയ്തൊരു പെയിൻറ്റിങ് വരച്ചു നോക്കി, നല്ലതായിട്ട് തോന്നി എനിക്ക്. കളർ പിഗ്മെൻറ്റ്സ് ഒക്കെ നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്, നല്ല കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് യൂസ് ചെയ്ത് തീർന്നു പോകുന്ന ടൈപ്പിലുള്ള കളേഴ്സ് അല്ല, നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നിന്ന് ബ്രഷ് പെൻ, അതുപോലെ തന്നെ പോയിന്റ് ബ്രഷ്, കളേഴ്സ്, പിന്നെ പെൻസിലും എല്ലാം നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ ഒരു ഫുൾ കംപ്ലീറ്റ് സെറ്റാണ് ബാംഗ്ലൂർ സൈറ്റിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എൻ്റെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കയറി തന്നെ വാങ്ങാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.